കേരളത്തിലേക്ക് തിരികെ വരുമ്പോൾ പ്രമുഖ നടിയും പ്രമുഖ ഉദ്ഘാടകയുമായ ഹണി റോസ് കഴിഞ്ഞ ദിവസം തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിന് താഴെ അശ്ലീല കമൻറ്റുകൾ ഇട്ടവർക്കെതിരെ ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജോയ് എന്ന് പറയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ 27ഓളം പേർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടി ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരസംഘടനയായ അമ്മയുടെ അംഗവും മലയാള സിനിമയിലെ പ്രമുഖ നടിയുമായ ഹണി റോസിനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപമാനിച്ച സംഭവത്തെ അപലപിക്കുന്നു എന്ന് വാർത്താക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഹണി റോസിനെതിരെയുള്ള അധിക്ഷേപം സ്ത്രീത്വത്തെ അപമാനിക്കൽ കൂടിയാണ്. നടി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും വേണ്ട സഹായങ്ങൾ നൽകുമെന്നും സംഘടന പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. നിലവിൽ 30 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നടിക്കെതിരെ മോശം കമന്റ് നൽകിയ കൊച്ചി കുമ്പളം സ്വദേശി ഷാജിയാണ് ഇപ്പോൾ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല എന്നും സാമൂഹ്യ മാധ്യമത്തിലൂടെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്നും നടി അവസാനം പങ്കുവച്ച സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾക്ക് പോകാം. എറണാകുളത്തുകാരനാണ്, കുമ്പളം സ്വദേശിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ജോയ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. നടിയുടെ പരാതിയിൽ 27 പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിന് താഴെ മോശമായ രീതിയിൽ കമന്റിട്ടവർക്കെതിരെയാണ് നടി പരാതി നൽകിയിരുന്നത്. സൈബർ ആക്രമണത്തെ തുടർന്ന് 27 പേർക്കെതിരെ നടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പരാതി നൽകിയത്. ഒരു പ്രമുഖ വ്യക്തി തുടർച്ചയായി തന്നോട് ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് ഹണി റോസ് വെളിപ്പെടുത്തിയിരുന്നു. താൻ പോകുന്ന ചടങ്ങുകളിൽ വിളിക്കാതെ അതിഥിയായി വരുന്ന ഈ വ്യക്തി തൻ്റെ പേര് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് എന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു.